നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎസിൽ 5G സാങ്കേതികവിദ്യ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ നിർത്തിവെച്ച എല്ലാ യുഎസ് സർവീസുകളും വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ പുനരാരംഭിക്കും. എയർ ഇന്ത്യയുടെ ബോയിംഗ് 777 വിമാനങ്ങളടക്കം ക്ലിയറൻസ് നൽകിയതോടെയാണ് തീരുമാനം. 8 യുഎസ് സർവീസുകളാണ് 2 ദിവസത്തേക്ക് എയർ ഇന്ത്യ നിർത്തിവെച്ചത്. ബോയിംഗ് 777 അടക്കമുള്ള വിമാനങ്ങളുടെ റേഡിയോ ഓൾട്ടർമീറ്ററിന് 5G പരിതസ്ഥിതിയിലും പ്രവർത്തിക്കാമെന്ന് യുഎസിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കി. അതേസമയം യുഎസിലെ 5G സാങ്കേതികവിദ്യ ഉയർത്തുന്ന ആശങ്കയിലാണ് രാജ്യാന്തര വ്യോമയാന മേഖല. വിമാനത്താവളങ്ങൾക്ക് സമീപമുള്ള 5G ടവറുകളിൽ നിന്നുള്ള തരംഗങ്ങളും വിമാനങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ തരംഗങ്ങളും തമ്മിൽ കൂടിക്കലരുന്നത് ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാക്കാമെന്നാണ് യുഎസിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ മുന്നറിയിപ്പ്. ഇക്കാരണത്താൽ എയർ ഇന്ത്യ അടക്കം മിക്ക രാജ്യാന്തര വിമാന കമ്പനികളിലും യുഎസിലെ പല വിമാനത്താവളങ്ങളിലേക്കുമുള്ള സർവീസുകളാണ് നിർത്തിവെച്ചത്. യുഎസിലെ 5G സാങ്കേതികവിദ്യ ഉയർത്തുന്ന ആശങ്കയിലാണ് രാജ്യാന്തര വ്യോമയാന മേഖല. വിമാനത്താവളങ്ങൾക്ക് സമീപമുള്ള 5G ടവറുകളിൽ നിന്നുള്ള തരംഗങ്ങളും വിമാനങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ തരംഗങ്ങളും തമ്മിൽ കൂടിക്കലരുന്നത് ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കാമെന്നാണ് യുഎസിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ മുന്നറിയിപ്പ്. ഇക്കാരണത്താൽ എയർ ഇന്ത്യ അടക്കം മിക്ക രാജ്യാന്തര വിമാന കമ്പനികളും യുഎസിലെ പല വിമാനത്താവളങ്ങളിലേക്കുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. പ്രശ്നം ഗുരുതരമായതോടെ 5G നടപ്പാക്കുന്നത് ഭാഗികമായി വൈകിപ്പിക്കാൻ യുഎസ് ടെലികോം കമ്പനികളായ AT&T, വൈറസൺ എന്നിവ തീരുമാനിച്ചിരുന്നു. കമ്പനികളുടെ തീരുമാനത്തെ യുഎസ് പ്രസിഡന്റ് പ്രശംസിക്കുകയും ചെയ്തു. നിലവിൽ ഡാലസ്, സാൻ ഫ്രാൻസിസ്കോ അടക്കം 50 വിമാനത്താവളങ്ങളിൽ 5G തരംഗങ്ങൾ ലഭിക്കാത്ത തരത്തിൽ ബഫർ സോണുകൾ ക്രമീകരിച്ചിരിക്കുകയാണ്. വടക്കൻ അമേരിക്കയിലേക്കുള്ള 8 വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ നിർത്തിവെച്ചത്. ഡൽഹിയിൽ നിന്ന് ന്യൂയോർക്ക്, ഷിക്കാഗോ, സാൻ ഫ്രാൻസിസ്കോ, നെവാർക്ക് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളാണ് നിർത്തിവെച്ചത്. പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടത് ചെയ്യുന്നുണ്ടെന്ന് വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ മേധാവി അരുൺകുമാർ പറഞ്ഞു. യുഎസിൽ 5G സാങ്കേതികവിദ്യ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. വിമാനങ്ങൾ പറക്കുന്ന ഉയരം കണ്ടെത്താനുള്ള റേഡിയോ ഓൾട്ടർമീറ്ററിലെ തരംഗങ്ങളും വിമാനത്താവളങ്ങളുടെ സമീപത്തുള്ള 5G ടവറുകളിൽ നിന്നുള്ള തരംഗങ്ങളും കൂടിക്കലരുമെന്ന ആശങ്ക FAA അടക്കം പങ്കുവച്ചതോടെയാണ് വിമാന കമ്പനികൾ സർവീസ് നിർത്തിവെച്ചത്. 3.7 മുതൽ 3.8 ഗിഗാഹെർട്സ് ഫ്രീക്വൻസിയിലാണ് യുഎസിലെ C-ബാൻഡ് 5G ശൃംഖല വരുന്നത്. പല ഓൾട്ടിമീറ്ററുകളുടെയും ഫ്രീക്വൻസി 4.2 മുതൽ 4.4 ഗിഗാഹെർട്സ് വരെയാണ്. അടുത്തടുത്ത ഫ്രീക്വൻസി ആയതിനാൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇവ കൂടിക്കലരാമെന്നാണ് ആശങ്ക. ഇങ്ങനെ വന്നാൽ ഉയരം കണക്കാക്കുന്നതിൽ പിഴവ് വരികയും അനുബന്ധ സുരക്ഷാ സംവിധാനങ്ങൾ അപകടത്തിലാകാനും ഇടയുണ്ട്. വിമാനത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുന്ന തരംഗങ്ങൾ തിരികെ വരാനുള്ള സമയം വിലയിരുത്തിയാണ് ഓൾട്ടിമീറ്റർ ഉയരം കണ്ടെത്തുന്നത്. വിമാനങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളും ഓൾട്ടിമീറ്റർ ഡേറ്റ നിർണായകമാണ്. നിലവിൽ 5G തരംഗങ്ങൾക്കിടയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഓൾട്ടിമീറ്ററുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുകയാണ് FAA. 5G നടപ്പാക്കിയ മറ്റു രാജ്യങ്ങളിൽ ഫ്രീക്വൻസിയുടെ വ്യത്യാസം മൂലം കാര്യമായ പ്രശ്നങ്ങളില്ല. യുഎസിനെ അപേക്ഷിച്ച് കുറഞ്ഞ ഫ്രീക്വൻസിയിലാണ് യൂറോപ്യൻ യൂണിയനിൽ 5G പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ 5G പരീക്ഷണം നടക്കുന്നത് 3.5 ഗിഗാഹെർട്സ് ഫ്രീക്വൻസിയിലാണ്. ഫ്രീക്വൻസിക്ക് പുറമെ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് 2.5 മടങ്ങ് ഉയർന്ന പവറിലാണ് യുഎസിലെ 5G ടവറുകൾ പ്രവർത്തിക്കുന്നത്. ഫ്രാൻസിൽ വിമാനത്താവളങ്ങൾക്ക് സമീപമുള്ള 5G ടവറുകളിലെ ആന്റിന താഴേക്ക് ചരിച്ചു വെക്കണമെന്നും നിർബന്ധമുണ്ട്. എന്നാൽ ഇത് യുഎസിലില്ല. ഫ്രാൻസിൽ ബഫർ സോണുകൾ വലുതായതിനാൽ അവസാന 96 സെക്കൻഡിലും ഇതിന്റെ ഗുണം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.